നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാം കണിച്ചുകുളങ്ങര അമ്മയുടെ അനുഗ്രഹം. പത്മഭൂഷൺ പുരസ്കാര പ്രഖ്യാപനം കഴിഞ്ഞതോടുകൂടി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചതായിരുന്നു ഇങ്ങനെ. എന്നാൽ ഇങ്ങനെയല്ലല്ലോ നടേശ മുൻപ് പറഞ്ഞത്. പത്മ പുരസ്കാരത്തിനൊക്കെ എന്ത് വിലയിരിക്കുന്നു, ഏത് പട്ടിക്ക് വേണം എന്നായിരുന്നല്ലോ വെള്ളാപ്പള്ളി നടേശൻ മുൻപ് ഒരിക്കൽ പറഞ്ഞത്. അത് വല്ലാതെ അങ്ങ് ഓർക്കുകയാണ് ഇപ്പോൾ മലയാളികൾ. ഓർക്കുക മാത്രമല്ല, അന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ആ കൃത്യമായ വാചകങ്ങൾ ഉൾപ്പെടെ കുത്തിപ്പൊക്കിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ. ഇപ്പോൾ അതാണ് സൈബർ ഇടത്തിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നടേശ, കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നും രണ്ടുമല്ല, ഒരു 100 വട്ടം ആലോചിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ മൂട്ടിൽ കിടന്ന് പൊട്ടും. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ പുരസ്കാരം കിട്ടുമ്പോൾ സാധാരണ എല്ലാവരും അഭിനന്ദന പ്രവാഹമാണ് എല്ലാവർക്കും കിട്ടുന്നതും. ഇത് നേരെ തിരിച്ച് വെള്ളാപ്പള്ളി നടേശന് പൂരത്തെറിവിളിയും നടേശൻ എയറിലുമാണ്. ഒരു ഗതികേട് നോക്കണേ. വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കിട്ടിയത് കണ്ട് സോഷ്യൽ മീഡിയയിൽ പരിഹാസങ്ങളാണ് ഇപ്പോൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത കാലത്ത് വരെ വിവാദ പ്രസ്താവനകൾ കൊണ്ട് വിവാദത്തിൽ നിറഞ്ഞ വെള്ളാപ്പള്ളിക്ക് പുരസ്കാരം ലഭിച്ചപ്പോൾ ട്രോൾ മഴയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പഴയ വീഡിയോ തന്നെയാണ് കാരണം. സോഷ്യൽ മീഡിയ അതാണ് ഇപ്പോൾ കുത്തിപ്പൊക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പത്മഭൂഷൺ കാശ് കൊടുത്താൽ കിട്ടുന്നതാണെന്ന് വെള്ളാപ്പള്ളി വെച്ചങ്ങ് അലക്കിയത്. പത്മഭൂഷണൊക്കെ വല്ല വിലയും ഉണ്ടോ? അതെല്ലാം കാശ് കൊടുത്താൽ കിട്ടുന്ന സാമാനമായിട്ട് മാറിയില്ലേ? അതൊക്കെ അന്നുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പത്മഭൂഷൺ ഏത് പട്ടിക്ക് വേണം? തരാന്ന് പറഞ്ഞാലും ഞാൻ മേടിക്കില്ല. ഇതായിരുന്നു ആ അഭിമുഖത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെച്ചത്. അപ്പോൾ നടേശ ഇന്നിപ്പോൾ കിട്ടിയ പത്മഭൂഷൺ മേടിക്കാൻ നടേശനാണോ പോകുന്നത്, അതോ നടേശന്റെ പട്ടിയെയാണോ വിടുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, അതായത് പത്മഭൂഷണെ കുറിച്ച് അന്ന് വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യം ഇതാണെങ്കിൽ, ഇന്നിപ്പോൾ പുരസ്കാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി ഒരു പ്രഹസനം നടത്തിയിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് നോക്കാം. അവാർഡ് ലഭിച്ചതിൽ സന്തോഷമുണ്ട് എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. അവാർഡിന് ശ്രമം നടത്തിയിട്ടില്ല, ജനങ്ങൾ തന്നതാണ് അവാർഡ്. ആ അവാർഡ് ഞാൻ ഗുരുവിന് സമർപ്പിക്കുന്നു. എല്ലാം കണിച്ചുകുളങ്ങര അമ്മയുടെ അനുഗ്രഹം. മമ്മൂട്ടിക്കും എനിക്കും കിട്ടി. താനും മമ്മൂട്ടിയും ഒരേ മാസത്തിൽ ജനിച്ചവരാണെന്നും വെള്ളാപ്പള്ളി വെച്ചങ്ങ് അലക്കി. ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല, കാരണം അതില്ല എന്നറിയാം. എന്നാലും ഇമാതിരി തൊലിക്കട്ടി സമ്മതിക്കണം, നമിച്ചേ പറ്റത്തുള്ളൂ. കാണ്ടാമൃഗം തോറ്റുപോകുന്ന തൊലിക്കട്ടിയാണ് തനിക്കെന്ന് വെള്ളാപ്പള്ളി ഇതിനു മുൻപും പലതവണ തെളിയിച്ചിട്ടുള്ളതാണ്. എന്നാലും ഒരു മനുഷ്യന് നിലപാടെന്ന് പറയുന്ന ഒരു സാധനം വേണമല്ലോ. പറഞ്ഞു കഴിഞ്ഞാൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കണം. അല്ലാതെ പിന്നീട് പ്ലേറ്റ് മാറ്റുന്നത് ഡബിൾ ഡാഡി സിൻഡ്രോം ആണെന്ന് സോഷ്യൽ മീഡിയ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിന്റെ പച്ച മലയാളം ഞാൻ പറയുന്നില്ല, കാരണം വെള്ളാപ്പള്ളിക്ക് തന്നെ അത് മാനക്കേടാകും എന്നുള്ളത് കൊണ്ട് അതിന്റെ പച്ച മലയാളം പറയുന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയ പറഞ്ഞു വെക്കുന്നത് ഇത് ഡബിൾ ഡാഡി സിൻഡ്രോം തന്നെയാണെന്നാണ്. വെള്ളാപ്പള്ളിയുടെ ആ യൂട്ടേൺ അടിയാണ് ഇപ്പോൾ പരിഹാസത്തിന് വഴിവെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്ക് ഈ സംഭവം അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല. താനും ഒരു പത്മ പുരസ്കാരത്തിന് അർഹനാണ് എന്ന് സ്വയം അങ്ങ് ഞെളിഞ്ഞിരിക്കുകയാണ് സുകുമാരൻ നായർ. നോക്കിയിരുന്നപ്പോൾ ദാ വെള്ളാപ്പള്ളിക്ക് കിട്ടിയിരിക്കുന്നു. എന്നാൽ ഈ ഒരു നീക്കം, അതായത് വെള്ളാപ്പള്ളിക്ക് പത്മ പുരസ്കാരം കേന്ദ്രം പ്രഖ്യാപിച്ചത് കൃത്യമായ ഒരു രാഷ്ട്രീയം കളിയാണ്. അല്ലെങ്കിൽ പിന്നെ എന്ത് പുണ്ണാക്ക് ചെയ്തിട്ടാണ് നടേശന് ഇതുപോലെ ഒരു അവാർഡ് കിട്ടുന്നത് എന്ന്, പുരസ്കാരം കിട്ടുന്നതെന്ന് ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ മോദിയുടെ ഒരു സർജിക്കൽ സ്ട്രൈക്കായിട്ട് ഇതിനെ കാണുന്നത്. അതായത് വെള്ളാപ്പള്ളി നടേശൻ NSSുമായി അടുക്കാനുള്ള കൈകൊടുപ്പിനൊക്കെ ഇങ്ങനെ ശ്രമിക്കുകയായിരുന്നു. ഒരു വേദിയിൽ വെച്ച് ഇരുവരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ, നടേശനും സുകുമാരൻ നായരും. എന്നാൽ ഇപ്പോൾ അടപടലം ആ പദ്ധതി അങ്ങ് പൊളിഞ്ഞിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ ഈ പത്മ പുരസ്കാര പ്രഖ്യാപനം കഴിഞ്ഞതിന് തൊട്ടടുത്ത നിമിഷത്തിൽ NSSന്റെ ജനറൽ സെക്രട്ടറി ഒരു ബോംബ് അങ്ങ് പൊട്ടിച്ചിട്ടുണ്ട്. അതായത് SNDPയുമായി കൈ കൊടുക്കത്തില്ല, ഐക്യത്തിന് താല്പര്യമില്ല എന്നുള്ള ഒരു ബോംബാണ് പൊട്ടിച്ചിരിക്കുന്നത്. ഇത് നെഞ്ചത്ത് വീണ് പൊട്ടിയിരിക്കുന്നത് പിണറായി വിജയനാണ്. കാരണം NSSും SNDPയും കൈ കൊടുക്കുമ്പോൾ അത് തനിക്ക് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ആശ്വാസമായിട്ടായിരുന്നു CPM ഇതിനെ കണ്ടിരുന്നത്. കാരണം ഇരു കൂട്ടരും CPMനോട് അനുഭാവം പ്രകടിപ്പിച്ച് നിൽക്കുകയുമായിരുന്നു. ഇരുവരും തമ്മിൽ കൈ കൊടുക്കുന്നത് വലിയ ആവേശത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു പിണറായി വിജയൻ. അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് ഇടിവെട്ടുന്നത് പോലെ ഒരു പണി കിട്ടിയത്. അതോടുകൂടി പത്മ പുരസ്കാരത്തിൽ ചിതറിത്തെറിച്ചിരിക്കുകയാണ് SNDP NSS ഐക്യമെന്നാണ് ഇപ്പോൾ പരിഹാസം വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇതിനു മുൻപ് ജി സുകുമാരൻ നായർക്ക് പ്രഖ്യാപിക്കാമായിരുന്നല്ലോ SNDPയുമായി ഐക്യത്തിനില്ല എന്നുള്ള കാര്യം. എന്നാൽ ഇതുവരെ അത് പ്രഖ്യാപിക്കാതെ ഇപ്പോൾ പത്മ പുരസ്കാരം പ്രഖ്യാപിച്ചതിന് ശേഷം സുകുമാരൻ നായർ വന്ന് ഐക്യമില്ല എന്ന് പറയുന്നത് കൊതിക്കെറിവ് കൊണ്ടാണെന്നും
ഇത് വെള്ളാപ്പള്ളിക്ക് പത്മ പുരസ്കാരം കിട്ടിയതിലുള്ള ദേഷ്യമാണെന്നും, അതായത് വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കിട്ടാൻ സർക്കാർ ഇനി വല്ല നീക്കവും കേന്ദ്രവുമായി നടത്തിയോ എന്നൊക്കെയുള്ള സംശയം ജി സുകുമാരൻ നായർക്ക് വന്നിട്ടാണോ എന്തോ അറിയില്ല. എന്തായാലും ഐക്യം ഇല്ല എന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ് സുകുമാരൻ നായർ. SNDPയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങളിൽ നിന്ന് ഇപ്പോൾ പൊടുന്നനെ മാറിയതും ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂരം എന്ന സംഘടനയുടെ പാരമ്പര്യ നയം കർശനമായി തുടരാനാണ് യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. NSSും SNDPയും ഒന്നിച്ചു നീങ്ങാനുള്ള സാധ്യതകൾ സജീവമായിരുന്നു. എന്നാൽ SNDP നേതൃത്വം കൈക്കൊള്ളുന്ന ചില രാഷ്ട്രീയ നിലപാടുകളോടും മുന്നണി ബന്ധങ്ങളോടും NSS നേതൃത്വത്തിന് യോജിക്കാനാവില്ല എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സമുദായത്തിന്റെ അന്തസ്സും പാരമ്പര്യവും കാത്തുസൂക്ഷിക്കാൻ രാഷ്ട്രീയ നിക്ഷേപമായ നിലപാടാണ് ഉചിതമെന്ന് ഡയറക്ടർ ബോർഡ് വിലയിരുത്തി. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായോ മുന്നണിയുമായോ ചേർന്ന് നിൽക്കുന്നത് സംഘടനയുടെ സ്വതന്ത്ര സ്വഭാവത്തെ ബാധിക്കും എന്ന ആശങ്കയും യോഗത്തിൽ ഉയർന്നു. SNDP ഉണ്ടാക്കിയ പാർട്ടിയാണ് BDJS. അത് BJPക്കൊപ്പമാണ്. അതുകൊണ്ടാണ് NSS പിന്മാറുന്നത് എന്നാണ് വിവരങ്ങൾ പുറത്തു വന്നത്. സമുദായ സംഘടനകൾക്കിടയിൽ വലിയ കൊട്ടിഘോഷങ്ങളോടെ തുടങ്ങിയ SNDP NSS ഐക്യമെന്ന മഹാസഖ്യം ഒടുവിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണിരിക്കുകയാണ്. അതിന് പിന്നിൽ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ നടത്തിയ കൃത്യമായ കണക്കുകൂട്ടലുകളുടെയും രാഷ്ട്രീയ മുൻകരുതലിന്റെയും തന്ത്രമുണ്ട് എന്നുള്ള വാദങ്ങളും വരുന്നു. SNDPയുമായി കൈകോർക്കാനില്ലെന്ന പെരുന്നയുടെ പ്രഖ്യാപനം വെറുമൊരു പിന്മാറ്റമല്ല, മറിച്ച് നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള ഐക്യതന്ത്രത്തിനേറ്റ കനത്ത പ്രഹരമാണ്. ഐക്യവുമായി മുന്നോട്ടു പോകേണ്ടതില്ലെന്ന ഡയറക്ടർ ബോർഡ് യോഗ തീരുമാനം പത്രക്കുറിപ്പായി പുറത്തിറക്കിയിട്ടുണ്ട്. സുകുമാരൻ നായരാണ് ഐക്യം വേണ്ടെന്ന പ്രമേയം അവതരിപ്പിച്ചത് തന്നെ. ഇതെല്ലാവരും കൈയടിച്ച് പാസാക്കുകയായിരുന്നു. ഇതിലൂടെ ജനാധിപത്യപരമായി NSS തീരുമാനമെടുത്തു എന്ന പ്രതീതിയും ഉണ്ടാവുകയാണ്. തൽക്കാലം ഇതിനോട് വെള്ളാപ്പള്ളി പ്രതികരിക്കില്ല. കരുതലോടെയായിരിക്കും വെള്ളാപ്പള്ളി ഇക്കാര്യത്തിൽ പ്രതികരിക്കുക. ഐക്യനീക്കത്തിന്റെ പേരിൽ BJP നടത്തുന്ന രാഷ്ട്രീയ കളി സുകുമാരൻ നായർ തിരിച്ചറിഞ്ഞത് ഗോവ മുൻ ഗവർണർ PS ശ്രീധരപിള്ളയുടെ സന്ദർശനത്തോടെയാണ്. ഐക്യ ചർച്ചകൾക്കായി തുഷാർ വെള്ളാപ്പള്ളിയെ നിയോഗിച്ചതിന് പിന്നിൽ BJP അജണ്ടയാണ് എന്ന് പെരുന്ന വിലയിരുത്തി. തുഷാറിനെ മുന്നിൽ നിർത്തി NSSനെ NDA പാളയത്തിൽ എത്തിക്കാനുള്ള തന്ത്രമാണ് ഇതിന് പിന്നിലെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് സുകുമാരൻ നായർ യൂട്ടേൺ അടിച്ചത് എന്നാണ് വിവരങ്ങൾ. ശ്രീധരൻ പിള്ള പെരുന്നയിൽ എത്തിയപ്പോൾ തന്നെ ഈ ഐക്യത്തിന് അന്ത്യം കുറിക്കാനുള്ള ഉറച്ച തീരുമാനം നായർ സർവീസ് സംഘടന എടുത്തു കഴിഞ്ഞിരുന്നു. ശ്രീധരൻ പിള്ളയോട് ഇക്കാര്യം സുകുമാരൻ നായർ അറിയിക്കുകയും ചെയ്തു എന്നാണ് വിവരങ്ങൾ. മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ നൽകി ആദരിച്ചത് സുകുമാരൻ നായർ സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത്. VSന് പത്മവിഭൂഷൺ നൽകി CPMനെ തണുപ്പിച്ചതുപോലെ പത്മ പുരസ്കാരങ്ങളിലൂടെ സമുദായ നേതാക്കളെ വലയിലാക്കാനുള്ള നീക്കം തിരിച്ചറിഞ്ഞ പെരുന്ന നേതൃത്വം തങ്ങൾ ആ കെണിയിൽ വീഴില്ല എന്ന് ഉറപ്പിച്ചു എന്നായിരുന്നു വിവരങ്ങൾ. വെള്ളാപ്പള്ളിയുമായി കൈകോർത്താൽ അദ്ദേഹം എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ NSSന് കൂടി ബാധകമാകുമെന്ന അവസ്ഥ വരുമെന്ന ഭയവും ഡയറക്ടർ ബോർഡിലെ എതിർപ്പും സുകുമാരൻ നായരെ പുനർചിന്തയ്ക്ക് പ്രേരിപ്പിച്ചു എന്നാണ് വിവരങ്ങൾ. SNDP നേതൃത്വം ഉണ്ടാക്കിയ BDJS നിലവിൽ BJPക്കൊപ്പമാണ്. രാഷ്ട്രീയമായ ഇത്തരം ചായ്വുകളോട് യോജിക്കാനാവില്ലെന്നും ഏതെങ്കിലും മുന്നണിയുടെ വാലാകുന്നത് സമുദായത്തിന്റെ അന്തസ്സിന് ചേർന്നതല്ല എന്നുമാണ് NSSന്റെ നിലപാട്. ഈ തീരുമാനം ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്നത് പക്ഷേ കോൺഗ്രസിനാണ്. സമുദായ സംഘടനകൾ ഒന്നിക്കുന്നത് CPMന് അനുകൂലമാകുമെന്ന പ്രചാരണം UDFനെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. NSS പഴയപടിയായതോടെ ആ പേടി എന്തായാലും ഇപ്പോൾ കോൺഗ്രസിന് മാറി. ഏതെങ്കിലും ഒരു ചേരിക്കൊപ്പം നിന്നാൽ തങ്ങളുടെ വില പോകുമെന്ന് സുകുമാരൻ നായർക്ക് നന്നായി അറിയാം. സമദൂരം എന്ന വജ്രായുധം വീണ്ടും പുറത്തെടുക്കുന്നതിലൂടെ ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും സമുദായത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ തങ്ങൾക്ക് സാധിക്കും എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഐക്യത്തിന്റെ പേരിൽ BJP വിരിച്ച വല കീറിമുറിച്ച് പെരുന്ന അതിന്റെ സ്വതന്ത്ര വഴി തെരഞ്ഞെടുക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ വോട്ട് ബാങ്ക് സമവാക്യങ്ങൾ വീണ്ടും മാറിമറിയുകയാണ് എന്നാണ് ഒരു വിലയിരുത്തൽ വരുന്നത്. എന്തായാലും പത്മ പുരസ്കാരം കിട്ടാത്തതിലെ വേവലാതിയല്ല, മറിച്ച് വെള്ളാപ്പള്ളിക്ക് പത്മ പുരസ്കാരം കിട്ടിയതിലെ ചില ചതികൾ കൂടി കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു നീക്കമെന്നാണ് വിവരങ്ങൾ. എന്തായാലും പണി കിട്ടിയത് CPMനാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.